അപ്പൻ്റെ സ്വരം മാത്രമേ അനുസരിക്കുള്ളൂ എന്ന് തീരുമാനിച്ച ഈശോയാണ് നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് നിൽക്കുക. നാളെ കുരിശിൽ നിൽക്കുന്ന സമയത്ത്, നാളെ വേദനകൾ വരുമ്പോൾ, നാളെ പ്രലോഭനങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ചുറ്റും നിന്ന് കള്ളന്മാർ നമ്മളെ പരിഹസിക്കും. ഇങ്ങനെ ചുറ്റും നിന്ന് ആളുകൾ നമ്മുടെ ശക്തി ചോദ്യം ചെയ്യും, നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും. നിങ്ങൾ ഈശോയെ വിശ്വസിച്ചല്ലേ, നിങ്ങൾ നല്ല ക്രിസ്ത്യാനായിട്ട് ജീവിച്ചല്ലേ, നിങ്ങൾ നോമ്പൊക്കെ എടുത്തതല്ലേ, നിങ്ങൾ വിശുദ്ധിയിൽ ജീവിച്ചതല്ലേ, എന്നിട്ട് ഇപ്പം എന്തായി? ഇതൊക്കെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞ് തിന്മയുടെ സ്വരം നിങ്ങളെ വീർപ്പ് മുട്ടിക്കേണ്ട പ്രിയപ്പെട്ട സ്വരങ്ങളെ, ആ സമയത്ത് മിണ്ടാതിരിക്കരുത്. ആ സമയത്ത് നിങ്ങൾ സംസാരിക്കണം, ആ സമയത്ത് നിങ്ങൾ ശാസിക്കണം. അവിടെ ആ നല്ല കള്ളൻ നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് നിൽക്കുക. പ്രിയപ്പെട്ട സ്വരങ്ങളെ, സാത്താൻ്റെ ആ സ്വരം ഈ പ്രലോഭനങ്ങളുടെ രൂപത്തിൽ മാത്രമല്ല, നിരാശയുടെ രൂപത്തിൽ വന്നേക്കാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കുമ്പസാരത്തിന് വേണ്ടിയൊക്കെ ഒരുങ്ങുമ്പോൾ, ഈ നോമ്പിൽ ചില പ്രായശ്ചിത്തങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേനും നമ്മളെ കുറ്റപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ കാലം കാണിച്ചിങ്ങനെ പേടിപ്പിക്കുക മാത്രമല്ല, നമ്മളെ നിരാശപ്പെടുത്തും ചില സമയത്ത് പിശാച്. ശരിയാവില്ലെന്ന്, നീ നേരത്തെ കുമ്പസാരിച്ചല്ലേ, നീ കഴിഞ്ഞ വർഷം നോമ്പ് നോക്കിയതല്ലേ, എന്നിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇങ്ങനെ നിരാശ തരും. നമുക്ക് രക്ഷപ്പെട്ട് കയറി പോരാൻ പറ്റില്ല എന്നുള്ളൊരു സ്വരം തരും. ഈ നിരാശയുടെ സ്വരത്തെയും നമ്മൾ ശാസിക്കണം.